റിയൂമ കൊന്ന ഡ്രാഗണാണ് ഒണിഗഷിമ, ലൂക്കിയുടെ നിഡ്ഹോഗ് ഡെവിൾ ഫ്രൂട്ട്. ലൂക്കിന്റെ കയ്യിൽ കിട്ടുന്നതിന് മുമ്പ് ഗോഡ് ഓഫ് വാർ എന്നറിയപ്പെടുന്ന ഒരു ഏൻഷ്യൻ ജയന്റിന്റെ കയ്യിലായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷെ ഈ ജയന്റിന് എന്ത് പറ്റി എന്നാണ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. ഒണിഗഷിമ, യെസ്, ഈ ജയന്റിന്റെ തലയാണ് പിൽക്കാലത്ത് ഒണിഗഷിമയായി മാറിയത്. ഒണിഗഷിമയുടെ സൈസും ആ സ്കള്ളിലുള്ള കൊമ്പുകളും നോക്കുമ്പോൾ ഇത് ഇയാളുടെ അല്ലാതെ വേറെ ഒരാളുടെ ആവാനും വഴിയില്ല. പക്ഷെ എന്റെ സംശയം അതല്ല, ഈ എൽബാഫിലെ ജയന്റിന്റെ സ്കള്ള് എങ്ങനെ വാണോയിലെത്തി? ലൂക്കിന്റെ അത്രയും അല്ലെങ്കിൽ ലൂക്കിനേക്കാൾ ശക്തിയുള്ള ആ ജയന്റിനെ ആരാണ് കൊന്നത്? വാണോയിൽ ഒരു ഡ്രാഗണെ കൊല്ലാൻ മാത്രം ശക്തിയുള്ള ഒരാളുണ്ട്, ദ ലെജൻഡറി സോർഡ്സ്മാൻ റിയൂമ. യെസ്, റിയൂമ കൊന്ന ആ ഡ്രാഗൺ നിഡ്ഹോഗ് ആയിരുന്നു. ആ ഡ്രാഗന്റെ അവശിഷ്ടമാണ് പിൽക്കാലത്ത് ഒണിഗഷിമയായി മാറിയത്. ഇതിനുള്ള എവിഡൻസ് ആണ് ഞാൻ പറയാൻ പോണത്. റിയൂമേന്റെ ഒറിജിൻസ് ഓട തന്നെ എഴുതിയ മോൺസ്റ്റേഴ്സ് എന്ന് പറഞ്ഞൊരു ബുക്കിൽ നിന്നാണ്. ആ ബുക്കിന്റെ അവസാനം റിയൂമ ഒരു ഡ്രാഗണെ കൊല്ലുന്നുണ്ട്. ആ ഡ്രാഗന്റെ ഡിസൈൻ നമ്മൾ നോക്കുകയാണെങ്കിൽ അതൊരു ചൈനീസോ ജപ്പാനീസോ സ്റ്റൈൽ ഡ്രാഗൺ അല്ല. പകരം ലൂക്കിന്റെ ഡ്രാഗൺ ഫോമുമായിട്ട് വളരെയധികം സാമ്യമുള്ള ഒരു ഡ്രാഗണെയാണ് റിയൂമ കൊല്ലുന്നത്. ഇതേ റിയൂമേനെ ബേസ് ആയിട്ടാണ് ഓട വൺ പീസിൽ റിയൂമേനെ ഉണ്ടാക്കിയത്. പക്ഷെ റിയൂമയ്ക്ക് നിഡ്ഹോഗിനെ കൊല്ലാൻ മാത്രമുള്ള ശക്തി ഉണ്ടോ? റിയൂമയ്ക്ക് അത്രയും ശക്തി ഉണ്ട്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, ഇത്രയും കാലം വേൾഡ് ഗവൺമെന്റ് വാണോവിനെ തൊടാതിരുന്നത് എന്തുകൊണ്ടാണ്? റിയൂമ കാരണമാണ്. നിഡ്ഹോഗിനെ വരെ കൊല്ലാൻ ശക്തിയുള്ള ഒരാൾ വാണോയിലുണ്ട് എന്നുള്ള പേടി കാരണമായിരിക്കാം വേൾഡ് ഗവൺമെന്റ് ഇതുവരെയായിട്ടും വാണോവിനെ തൊടാത്തത്. ഈ കാരണം കൊണ്ടായിരിക്കാം റിയൂമേനെ ദ സോഡ് ഗോഡ് എന്ന് വിളിക്കുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക. അടുത്ത തവണ കാണുന്നവരെ പീസ്.